ഇനി ഞാൻ വന്നിരിക്കുന്നത് ഇലാടയുടെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ അത് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. ഇലയട തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. ഒട്ടും തരിയില്ലാത്ത അരിപ്പൊടി വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് തവി കൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നതിൽ കുറച്ച് ലൂസായിട്ട് വേണം മാവിരിക്കാൻ. ഇനി ഇത് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഇത് കൈകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പം ചൂടായിട്ടിരിക്കുമ്പോൾ കുഴയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം. ഇലയടയുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ തിരുമ്മിയത് ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കുക. പിന്നെ മധുരത്തിനായിട്ട് ഞാൻ എടുക്കുന്നത് ശർക്കരയാണ്. ഇത് ശർക്കര ചീകിയത് എടുത്തിട്ടുണ്ട്. ഇത് അഴുക്കില്ലാത്ത ശർക്കരയാണ്. അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങൾ ഉരുക്കിയിട്ട് തേങ്ങയിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ശർക്കരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ്. ഇനി ഈ ശർക്കരയും തേങ്ങയും കൂടെ നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ മാവ് കൈകൊണ്ട് കുഴയ്ക്കുന്ന പരുവത്തിലായി വന്നിട്ടുണ്ട്. ചൂടാറിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഈ പരുവത്തിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ. ഒരുപാട് ലൂസും ആകരുത്, എന്നാൽ കട്ടിയായി പോകരുത്. ഇവിടെ ഞാനൊരു ഇല എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇലയട ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ വാഴയിലയുടെ 2 സൈഡിലും മാവ് കനം കുറച്ച് കൈകൊണ്ട് പരത്തി കൊടുക്കുകയാണ്. നമ്മൾ ഇടിയപ്പത്തിന് കുറച്ചുകൂടെ ലൂസായി എടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു വശത്ത് ശർക്കരയും തേങ്ങയും കൂടെ വെച്ചു കൊടുക്കാം. ഇനി ഇങ്ങനെ മടക്കിയെടുക്കാം. വേറൊരെണ്ണം ഇതുപോലെ ഒന്ന് പരത്തി കാണിക്കാം. ഇനി ഇതിൻ്റെ സൈഡിലും ശർക്കരയും തേങ്ങയും വെച്ചു കൊടുക്കാം. ഇനി ഇത് മടക്കിയെടുക്കാം. അപ്പോൾ ഇലയുടെയെല്ലാം തയ്യാറാക്കിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. 15 മിനിറ്റോളം വേണ്ടി വരും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇലയട വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇലയട വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.